Hi friends, 3D Home Tips in the പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D Max ഫയലിൽ എങ്ങനെ ഒരു സ്ലോ പ്രൂഫ് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഒരു 3D Max ഫയലാണ് ഇവിടെ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഞാൻ സ്ലോ പ്രൂഫ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിനാൽ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. സ്ക്രീനിൽ ഞാൻ ഓൾറെഡി റൂഫും വാളും ക്രിയേറ്റ് ചെയ്ത് വെച്ചതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ റൂഫ് സെറ്റ് ചെയ്ത് വെച്ചതിനേക്കാൾ മുകളിലായിട്ട് വാളിൻ്റെ ഹൈറ്റ് കൊടുത്തതായിട്ട് കാണാം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കഴിയുന്നതിന് മുമ്പ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ഞാൻ ഇവിടെ എല്ലാ വാളും കാണിച്ചു തരുന്നതാണ്. എല്ലാ വാളും ഞാൻ റൂഫിനേക്കാൾ മുകളിൽ അത് വരുന്ന വിധത്തിൽ അതിൻ്റെ ഹൈറ്റ് കൊടുത്തതായിട്ട് കാണാം. ഇനി നമുക്ക് റൂഫിൻ്റെ മുകളിലുള്ള വാള് കട്ട് ചെയ്ത് റൂഫിൻ്റെ ലെവലിൽ എങ്ങനെയാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ആദ്യം ഈ സ്ലോ പ്രൂഫ് കോപ്പി എടുത്തു വെക്കുക. അതിനുവേണ്ടി കീബോർഡിൽ Ctrl+V ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ഒരു ബോക്സ് ഓപ്പൺ ആയത് വന്നതായിട്ട് കാണാം. അതായത് ക്ലോൺ ഓപ്ഷൻ. അതിൽ കോപ്പി സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം അത് കോപ്പി ആയതായിട്ട് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊന്ന് ജസ്റ്റ് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ സ്ക്രീനിലൊന്ന് ശ്രദ്ധിക്കുക. ഇനി ആ കോപ്പി എടുത്ത റൂഫ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുക. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്കിൽ ഹൈഡ് സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ കോപ്പി ചെയ്ത റൂഫ് ഹൈഡ് ആയതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ വാളൊന്ന് സെലക്ട് ചെയ്ത് ഈ വാള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ആ വാള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡിഫയർ ലിസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ കാണാം. അതായത് മൂന്നാമത്തെ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ടൂൾസ് നിങ്ങൾക്ക് കാണാം. അതിൽ പ്രോപ്പ് ബുളിൻ എന്ന ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്യുക. അതിൽ സ്റ്റാർട്ട് പിക്കിംഗ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം റൂഫ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ആ വാള് റൂഫിൻ്റെ ഭാഗം കട്ടായതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതുപോലെ അടുത്ത വാളും കട്ട് ചെയ്യാം. അതിനുവേണ്ടി നേരത്തെ ഹൈഡ് ചെയ്തു വെച്ച സ്ലോ പ്രൂഫ് അൺഹൈഡ് ആൾ കൊടുക്കാം. അതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സ്ലോ പ്രൂഫ് കോപ്പി എടുത്ത് വെക്കുക. അതിനുവേണ്ടി Ctrl+V കീബോർഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ ഒരു ബോക്സ് വരുന്നതായി കാണാം. അതായത് ക്ലോൺ ഓപ്ഷൻ എന്ന ബോക്സ്. അവിടെ കോപ്പി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ആ സ്ലോ പ്രൂഫ് ഹൈഡ് ചെയ്ത് വെക്കുക. അത് നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ വീണ്ടും നിങ്ങൾ ചെയ്യുക. എന്നിട്ട് വാൾ സെലക്ട് ചെയ്യുക. ഏത് വാളാണോ നിങ്ങൾ ആദ്യം കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വാൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കോമ്പൗണ്ട് ഒബ്ജക്റ്റിൽ സ്റ്റാർട്ട് പിക്ക് സെലക്ട് ചെയ്തതിന് ശേഷം സ്ലോ പ്രൂഫ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വാളും കട്ട് ആയതായിട്ട് കാണാവുന്നതാണ്. അതിനുശേഷം നമുക്ക് റൂഫിൻ്റെ മുകളിലുള്ള ആവശ്യമില്ലാത്ത ഈ വാള് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ആ വാള് സെലക്ട് ചെയ്ത് അതിൻ്റെ റൈറ്റ് ക്ലിക്കിൽ
കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി എന്ന ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം. അതായത് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ പോളിൻ്റെ സെറ്റിങ്സിൽ 5ാമത്തെ ഓപ്ഷൻ എലമെൻ്റ് എന്ന ഓപ്ഷൻ കാണാം. എലമെൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും സ്ക്രീനിലേക്ക് വരിക. സ്ക്രീനിൽ അൺഹൈഡ് ആൾ കൊടുക്കുക. അതായത് സ്ലോ പ്രൂഫ് ഹൈഡ് ചെയ്തത് ഒന്ന് സ്ക്രീനിൽ വരുത്താൻ വേണ്ടിയാണ് അൺഹൈഡ് ആൾ കൊടുത്തത്. അതിനുശേഷം റൂഫിൻ്റെ മുകളിലുള്ള വാൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വശവും സെലക്ട് ആയതായിട്ട് കാണാം. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വാൾ ഡിലീറ്റ് ആയതായിട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇനി ഇതുപോലെ അടുത്ത വാളും ഡിലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ആ വാൾ സെലക്ട് ചെയ്തതിന് ശേഷം കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റബിൾ പോളിൻ്റെ സെറ്റിങ്സിൽ 5ാമത്തെ ഓപ്ഷൻ എലമെൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൂഫിൻ്റെ മുകളിലുള്ള വാൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വാൾ ഡിലീറ്റ് ആയതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി നമുക്ക് മറ്റു വാളുകൾ കൂടി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ വാളും ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാവുന്നതാണ്. ഇനി നമ്മൾ റൈറ്റ് ക്ലിക്കിൽ പോയിട്ട് അൺഹൈഡ് ആൾ കൊടുത്ത് സ്ലോ പ്രൂഫ് സ്ക്രീനിൽ വരുത്തിയിട്ടുണ്ട്. അത് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗവും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് റൂഫ് കറക്റ്റായിട്ട് വന്നതായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.